നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസ് CMRL ഹർജിയിൽ SFIOയ്ക്ക് നോട്ടീസ് അയച്ച് ദില്ലി ഹൈക്കോടതി. കേസ് ബുധനാഴ്ച പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെ മാസപ്പടി കേസിൽ തുടർ നടപടികൾ തടയണമെന്ന CMRL ഹർജിയിൽ ദില്ലി ഹൈക്കോടതി മറ്റന്നാൾ വാദം കേൾക്കും. ഹർജിയിൽ SFIOയ്ക്കും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചു. നാളെ തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശം. അന്വേഷണത്തിനെതിരെ CMRL നൽകിയ പ്രധാന ഹർജിയിലും മറ്റന്നാൾ വാദം കേൾക്കും. ഈ ഹർജി തീർപ്പാക്കും വരെ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നുവെന്നും അത് ലംഘിക്കപ്പെട്ടുവെന്നും CMRL വാദിച്ചു. ഈ വാദം കോടതി അംഗീകരിച്ചില്ല. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുമോ എന്ന കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഗിരീഷ് കപ്താൽ ചോദിച്ചു. എന്നാൽ മുൻ ഉറപ്പ് അന്വേഷണ ഏജൻസി പാലിച്ചില്ലെന്ന് CMRLനായി ഓൺലൈനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു. കേസിൽ കൊച്ചിയിലെ കോടതിയിൽ തുടർ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ജിം സന്തോഷ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന സാമുവലാണ് പിടിയിലായത്. കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ഓടിച്ചത് സാമുവലായിരുന്നു. ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ മുഖ്യപ്രതി പങ്കജ് മേനോനെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികൾ 8ആയി. ഒന്നാം പ്രതി അലുവ അതുൽ ഉൾപ്പെടെ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കൊച്ചിയിൽ റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ അഴുകിയ നിലയിൽ മൃതദേഹം. അന്വേഷണം. കൊച്ചിയിൽ പുല്ലേപ്പേടിയിൽ റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിനുള്ളിലാണ് മൃതദേഹം കണ്ടത്. അഴുകിയ നിലയിലാണ് മൃതദേഹം കിടക്കുന്നത്. വിവരമറിഞ്ഞ് കടവന്ത്ര പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഹോം നേഴ്സിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പത്തനംതിട്ട കൊടുമണ്ണിൽ ഹോം നേഴ്സിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കൊടുമൺ ഐക്കാടാണ് സംഭവം. ഹോം നേഴ്സായ വിജയ് സോണിക്കാണ് കുത്തേറ്റത്. 35 വയസ്സായിരുന്നു. ഭർത്താവ് ഐമനം സ്വദേശി വിപിൻ തോമസ് ആണ് കുത്തിയത്. ആക്രമണത്തിന് ശേഷം വിജയ് സോണിയെ വിപിൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. കൊടുമൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന വീട്ടിൽ വെച്ചാണ് വിജയ്ക്ക് കുത്തേറ്റത്. ഗോകുലം ഗോപാലൻ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഫെമ കേസിൽ വീണ്ടും മൊഴിയെടുപ്പ്. ഫെമ കേസിൽ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് വീണ്ടും ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലൂടെ ചിട്ടിസ്ഥാപനം വഴി 600 കോടിയോളം രൂപയുടെ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നതായി ED കണ്ടെത്തിയിരുന്നു. ചെന്നൈയിലെ കേന്ദ്ര ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപയും പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് പ്രാഥമിക മൊഴിയെടുക്കലും പൂർത്തിയായി. ഇതിന് തുടർച്ചയായിട്ടാണ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്.